കല്ലടയാറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ പുന്നല്ലൂരിലാണ്. ഇതാ പെരുമഴയാണ്. ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ് ഈ പള്ളിയിൽ. നമ്മുടെ മൊബൈലിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഇന്ന് ആ സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പെരുമഴയാണ്. ഇന്ന് ഞാൻ യാത്ര ചെയ്തിരുന്നില്ല. ഇതാണ് ചരിത്രപ്രസിദ്ധമായ പുന്നല്ലൂർ തൂക്കുപാലം. ഇന്നലെ ഇവിടെ എത്തിയതാണ്, പക്ഷേ ഇന്നാണ് തൂക്കുപാലത്തിലേക്കൊന്ന് വരാൻ പറ്റിയത്. തിരുവിതാംകൂർ രാജവംശം നിർമ്മിച്ച ഒരു തൂക്കുപാലമാണിത്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തെന്മലയിൽ നിന്നും ആരംഭിച്ച യാത്ര തൂക്കുപാലം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് പുന്നല്ലൂർ തൂക്കുപാലത്തിലാണ്. ഇതിപ്പോൾ തൂക്കുപാലം വേറൊരു പാലമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടി ഏകദേശം 14 കിലോമീറ്റർ ഇന്ന് സൈക്കിൾ ചവിട്ടി. നമ്മുടെ കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള സൈക്കിൾ യാത്രയുടെ 31ാമത്തെ ദിവസമാണിന്ന്. ഏകദേശം 3 ജില്ലകൾ ഇപ്പോൾ നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ മലയോര മേഖലയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതാ പുന്നല്ലൂർ തൂക്കുപാലത്തിൻ്റെ മുകളിലൂടെയാണ് ഞാനിപ്പോൾ എൻ്റെ യാത്ര തുടരുന്നത്. ഇവിടെ ധാരാളം ആളുകൾ എന്നെപ്പോലെ തന്നെ കാണാൻ വന്നിട്ടുണ്ട്. പുന്നല്ലൂർ വഴി ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ തൂക്കുപാലത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. 400 അടി നീളത്തിലും 20 അടി വീതിയിലും കല്ലടയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് പുന്നല്ലൂർ തൂക്കുപാലം. സ്കോട്ട്ലൻഡുകാരനായ ഹെൻറി എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 1871 ആരംഭിച്ച ഈ പാലത്തിൻ്റെ പണികൾ 1877-78 കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുകയുണ്ടായി. ജോലിക്കാർ 2212 ദിവസം കൊണ്ടാണ് പുന്നല്ലൂർ പാലത്തിൻ്റെ പണികൾ പൂർത്തിയാക്കിയത്. ഇരുമ്പ് പട്ടകൾക്ക് മുകളിൽ വലിയ കനമുള്ള തടികൾ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് മുറുക്കിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാലത്തിൻ്റെ ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്കുള്ള ചെയിൻ 53 കണ്ണികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചെയിനിൻ്റെ അവസാന ഭാഗത്ത് വലിയ ഇരുമ്പ് വടങ്ങൾ ഉപയോഗിച്ച് 4 കിണറുകൾക്ക് അടിയിലുള്ള ഇരുമ്പ് ചട്ടത്തിൽ ആ വടങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. ആയിരത്തി 1860 മുതൽ 1880 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജ ആയില്യം തിരുനാൾ രാമവർമ്മയാണ് ഈ പാലം നിർമ്മിക്കാനുള്ള അനുവാദം നൽകിയത്.
ഇത്രയും നേരം ഒഴുക്കില്ലാഞ്ഞ ആറാണ്, ഇപ്പം നല്ല നമ്മൾ ഇന്നലെ പുനലൂരുള്ള ഈ സേക്രഡ് ഹാർട്ട് ചർച്ചിലാണ് കിടന്നുറങ്ങിയത്. ഇന്ന് രാവിലെ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി പത്തനാപുരം ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇതാണ് പുനലൂരിൽ നിന്ന് വരുന്ന വഴി. ഇത് പത്തനാപുരത്തിനുള്ള റോഡാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. കുഞ്ഞി ഇവിടെ സേഫായിട്ടിരിപ്പുണ്ട്. അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സേഫായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പത്തനംതിട്ടയ്ക്കുള്ള യാത്രയിലാണ് നമ്മൾ. പത്തനാപുരം കഴിഞ്ഞ് ഒരു 4-5 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് പത്തനംതിട്ടയിലേക്ക് കയറാം. അപ്പോൾ ഇന്ന് പത്തനംതിട്ടയിൽ പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. അതിനു മുമ്പായിട്ട് കാലാവസ്ഥ വളരെ മോശമാണ്. എവിടെയെങ്കിലും കയറേണ്ടി വരുമോ എന്നുള്ള സംശയമുണ്ട്. നല്ല മൂടലുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി ഈ സ്ലാവേൽ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ആ ഇതിലോട്ട് പോയി ചേരുന്നതാണോ എന്നറിയില്ല, പക്ഷേ വളരെ മനോഹരമായ ഒരു അരുവിയാണ്. ഇവിടുന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതാ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. നിറയെ വഴുക്കലുള്ള പാറകളാണ്. ആ ഒരു ദൂരം മുഴുവൻ നമുക്ക് ഈ അരുവി കാണാൻ പറ്റും. ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് ആളുകൾ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ പത്തനാപുരത്തിനുള്ള റോഡാണ്, മലയോര ഹൈവേ. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണിത്. അപ്പോൾ നമ്മൾ ഈ വഴി അങ്ങനെ പത്തനാപുരത്തിന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരിമുക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വന്നപ്പോൾ ഒരു മനോഹര ദേവാലയം കണ്ടു. ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ. ഇങ്ങോട്ടുള്ള വ്യൂ കാർഷിക മേഖലയുടെ ഒരു വ്യൂ ആണ് കാണുന്നത്. വാഴക്കൃഷിയും തെങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് റബ്ബർ തോട്ടത്തിൻ്റെ മലനിരകളിൽ റബ്ബർ കൃഷിയൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയതാണ്. രാവിലെ നേരെ ഒരു 7-7:30 ആയതേ ഉള്ളൂ. നമുക്കിന്ന് പത്തനാപുരത്തെത്തണം. പത്തനാപുരം വലിയ ദൂരമില്ല എങ്കിലും നമ്മുടെ യാത്ര മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ യൂദാസ്ലിയുടെയും ഗീവർഗീസോയുടെയും ഒക്കെ ഒരു കപ്പേട കാണുന്നുണ്ട്. തെറ്റിൻപള്ളിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പള്ളി, കാണാൻ വളരെ മനോഹരമാണ്. പള്ളിയിൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പത്തനാപുരം ലക്ഷ്യമാക്കി. അപ്പോൾ പത്തനാപുരത്തു നിന്നുള്ള യാത്രയിൽ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരാളെ പരിചയപ്പെട്ടു. മറ്റാരുമല്ല, സാറ് തിരുവനന്തപുരത്ത് വട്ടപ്പാറ സ്റ്റേഷൻ്റെ SI ആണ്. അപ്പോൾ സാറ് റൈഡറാണ്. സാറ് പറഞ്ഞോളൂ. ഞാനും സ്ഥിരമായിട്ട് രാവിലെ സൈക്കിളിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ജോപ്പനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ട് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ വളരെ എനിക്കും എനർജി തോന്നി. ഇന്ന് ലീവ് എടുത്ത് സൈക്കിളിലോട്ടുന്നാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ജോപ്പൻ്റെ യാത്രയ്ക്ക് എല്ലാ ആശംസകളും നേർന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് വന്നു, ആഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ റൈഡ് ഞങ്ങൾ ഒരു 10,000 വരെ ഞാൻ ജോപ്പനെ ഒന്ന് അക്കമ്പനി ചെയ്യും. ഓൾ ദി ബെസ്റ്റ് ജോപ്പൻ. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ സാറിൻ്റെ സൈക്കിൾ ഇതാണ്. അപ്പോൾ കുഞ്ഞിയ അവിടെ കൂട്ടി തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ഫ്ലാറ്റായിട്ടുള്ളൊരു ഹൈവേയിലാണ്, നമ്മുടെ മലയോര ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ സ്ട്രെയിൻ ഇല്ല. ഇന്ന് സൈക്കിൾ തള്ളേണ്ട ആവശ്യം വന്നില്ല. ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഏതൊക്കെയാലും നമ്മൾ പത്തനാപുരത്തേക്കുള്ള യാത്രയിലാണ്. നേരെ തമിഴാ നേരെ. അപ്പോഴത്തെ നമ്മൾ പത്തനാപുരത്തു നിന്നും പത്തനംതിട്ടയിലേക്കാണ്. ഇനിയുള്ളത് കോന്നിയാണ് മെയിൻ സ്റ്റേഷൻ. അതിനിടയിൽ വല്ലതും കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം.
നമ്മളൊരു കടയിൽ ലൂബ് വാങ്ങിക്കാൻ കയറി. ഇക്കാമാരുടെ കടയായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേനും ലൂബ് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇക്കാറിയാം പൈസ വേണ്ടത്. അങ്ങനെയുള്ള ഓരോരോ ഇതാണ് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ്. നിങ്ങളല്ലേ യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ചെറിയ ബോട്ടിലാണ് ചോദിച്ചത്, അവർ വലിയ ബോട്ടിൽ തന്നെ എടുത്തു തന്നു. അത് നല്ല വിലയുള്ള സാധനമാണ്, 100-300 രൂപ വിലയുള്ള സാധനമാണ്. അതുപോലെ തന്നെ സോളാർ ലോജിസ്റ്റിക്സുകാർ അവരും നമ്മളെ വിളിച്ചിട്ട് അവരുടെ ഒരു ടീഷർട്ടൊക്കെ നമുക്ക് തന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ടീഷർട്ട് വിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. ആയിക്കോ, ഇതാണ് അവസ്ഥ. എല്ലാവരും നമ്മളെ കൈ കൂട്ടി കാണിക്കും, ഒക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മളെ വിഷ് ചെയ്യുന്നുണ്ട്. പലരുടെ ആഗ്രഹങ്ങളാണ് ഞാൻ ഈ യാത്രയിൽ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ വിഷ് ചെയ്യുന്ന പലരും യാത്ര ചെയ്യണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല. ഞാനിത് രണ്ടും കൽപ്പിച്ചിറങ്ങിയ യാത്രയാണ്. കാണണം എന്നുള്ള ചിന്തയിൽ തന്നെ ഇറങ്ങിയതാണ്. ഞാൻ പത്തനാപുരത്തു നിന്നുള്ള യാത്ര ശരിയാണ്. നമസ്കാരം. എങ്ങോട്ട് പോകുന്നു? ഞാനൊരു ചെറിയ യാത്രയിലാണ്. ആണോ? ആ, എങ്ങോട്ട്? എവിടേക്ക്? ഞാൻ കേരളത്തിൽ നിന്ന് കാശ്മീരിലോട്ടുള്ള ഒരു യാത്രയിലാണ്. ഓ, കാശ്മീരിലേക്ക്? അതെ. ഇത് പുറകിലൊരു ആളുണ്ടല്ലോ, ആ, ഇതായിരുന്നു? അതെ അതെ, നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗം തന്നെ. ഓ, കൂട്ടിന് ആളുണ്ടല്ലേ? അതെ അതെ അതെ. അടിപൊളി. ഈ സൈക്കിളിൽ കാശ്മീർ വരെ? അതെ. തിരുവനന്തപുരത്ത് നിന്ന്? അല്ല, എവിടെ നിന്ന് തുടങ്ങി? കോട്ടയത്ത് നിന്ന്. കോട്ടയത്ത് നിന്ന്? കോട്ടയത്ത് നിന്ന് കടൽ മേഖല മുഴുവൻ കറങ്ങി പാറശാല പോയി കേരളത്തിൻ്റെ അതിർത്തിയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഇപ്പം മലയോര ഹൈവേ കയറി പോരുകയാണ്. ഓ, ചേട്ടൻ കോട്ടയം തുടങ്ങിയിട്ട്? അതെ. ചേട്ടൻ കോട്ടയത്ത് യാത്ര തുടങ്ങിയില്ലേ? കോട്ടയത്ത് യാത്ര തുടങ്ങിയിട്ട് നേരെ അപ്പർ കുട്ടനാട്. അപ്പർ കുട്ടനാട് അതായത് നീണ്ടൂർ മുതലുള്ള ഭാഗം, കോട്ടയത്തിൻ്റെ നീണ്ടൂർ ഭാഗവും പത്തനംതിട്ട ജില്ലയുടെ താഴ്ന്ന പ്രദേശവുമാണ് അപ്പർ കുട്ടനാട്. അറിയാം. അതുപോലെ തന്നെ കുട്ടനാട്, നമ്മുടെ ആലപ്പുഴ 3/4 ഭാഗത്തോളം കുട്ടനാട് പ്രദേശമാണ്. ഓക്കെ. അപ്പോൾ ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ഒരു തീമിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. അതെ. പിന്നെ കൂടാതെ കേരളത്തിൻ്റെ പ്രശസ്തി മറ്റ് നാടുകളിലേക്ക് എത്തിക്കുക. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് 14 ജില്ലകളും യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ അന്യ സംസ്ഥാനങ്ങളിലോട്ട് കടക്കുന്നുള്ളൂ. അതായത് ചേട്ടൻ ആലപ്പുഴ സ്വദേശിയാണ്? അല്ല, കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ്. ചേട്ടൻ കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? വിളിക്കുന്ന പേര് ജോപ്പൻ എന്നാണ്. ജോപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ജോപ്പൻ എന്നാണ്. ഒരു സഞ്ചാരിയാണ്. അതെ അതെ. ചേട്ടൻ കോട്ടയം ജില്ലയിൽ നിന്ന് തുടങ്ങിയ യാത്ര നേരെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഇനിയാണ് മലയോര ഹൈവേയിലൂടെ 14 ജില്ലകളും സഞ്ചരിച്ച് അടുത്ത സ്റ്റേറ്റ് ഏതാ? അടുത്ത സ്റ്റേറ്റ് കർണാടകത്തിൽ കയറണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കർണാടക, ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റും ഈ 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും കവർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കാശ്മീരിൽ എത്തൂ എന്നുള്ള ഒരു തീമിലാണ് ഞാൻ പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ 6 മാസമല്ല, 1 വർഷം, 2 വർഷം എടുക്കും. 2 വർഷം എടുക്കും. 2 വർഷത്തിന് മേളിൽ പോയാലും 2 വർഷത്തിന് മേളിൽ പോയി. അത്ര വിശാലമാണ് നമ്മുടെ ഇന്ത്യ. ആണല്ലേ? അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ 2 വർഷം കൊണ്ട് ചേട്ടൻ കാശ്മീരിലേക്ക് പോകാനുള്ള യാത്രയാണ്. 2 വർഷം കഴിയുമ്പോഴേ എന്തായാലും ചേട്ടൻ കാശ്മീരിൽ എത്തത്തുള്ളൂ അല്ലേ? ജോപ്പൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഒരു സഞ്ചാരിയാണ്. ഈ സൈക്കിള് എങ്ങനെയാ? ചേട്ടൻ്റെ സ്വന്തം സൈക്കിളാണോ? അല്ല, ഇതെന്റെ ഒരു കസിൻ ബ്രദറിന്റെ സൈക്കിളാണ്. തൽക്കാലം ഇങ്ങോട്ട് വാങ്ങിയതാണ്. 2 വർഷം കൂടെ കാണുമോ? കാണണമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇതുവരെ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും തന്നിട്ടില്ല. നമുക്ക് ഇവിടെ ഇച്ചിരി അങ്ങോട്ട് മാറി ആയിക്കോട്ടെ. സൗണ്ടാണ്.